ഹേ ഗൈസ്, അങ്ങനെ യൂട്യൂബിൽ 3000 വാച്ച് അവർ എന്ന് പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയ അച്ചീവ് ചെയ്തിട്ട് ഞങ്ങളുടെ ചാനലും ഹാഫ് മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഞങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഞാനും ആരെയും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ നമുക്കതിന് സാധിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1 വീക്ക് ആയി ഇവിടെ അച്ഛൻ ഇവിടെ PRS ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ PRS ഹോസ്പിറ്റലിന്റെ പാർക്കിംഗിലാണ്. ഒരു 1 വീക്ക് മുന്നേ പെട്ടെന്ന് അച്ഛന് നല്ല പനിയും അതുപോലെ കാലിൽ നല്ല പെയിനൊക്കെ ആയിട്ട്, അതായത് കാലിൽ ഇൻഫെക്ഷൻ ആണ്. അങ്ങനെയാണ് ഞങ്ങളുടെ PRSൽ വന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആക്കി. ഇപ്പം അച്ഛൻ ഡിസ്ചാർജ് ആയിട്ടില്ല, പക്ഷേ അച്ഛൻ നല്ല രീതിയിൽ ബെറ്റർ ആയി വരുന്നുണ്ട്. ഹാഫ് മോണിറ്റൈസേഷൻ ആയാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ആ ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകും. ഈ 3000 വാച്ച് അവർ ആയ സമയത്ത് നമ്മൾ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. യൂട്യൂബിൽ ഈ ഒരു വാച്ച് അവർ കൗണ്ടായി വരുന്നത് ലാസ്റ്റ് 5 days മുന്നേ വരെയുള്ള വാച്ച് അവർ വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന ദിവസം എന്തായാലും ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആകുമെന്ന്. അപ്പൊ ആ ഡേയിൽ ഞങ്ങൾ ഈ ഒരു വാച്ച് അവർ ഞാൻ ഇത് കണ്ടിട്ട് ആര്യെ വിളിച്ച് കാണിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ എല്ലാം മെയിൻ ഡൗട്ടാണ് ഈ ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വെച്ചിരിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം 500 സബ്സ്ക്രൈബേഴ്സ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്സ് ഇട്ടിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് 90 daysലെ ഷോർട്സിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഒരു 3 million വ്യൂസ് എങ്കിലും വരണം. അതുപോലെ തന്നെ നിങ്ങൾ ലോങ് വീഡിയോസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് 1 year ടൈം ഉണ്ട്. 1 year ടൈമിൽ നിങ്ങൾ 3000 വാച്ച് അവറും കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെ ആ ബാക്കി പ്രൊസീജിയറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചാനലിൽ ഹാഫ് മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു 3 ഫീച്ചേഴ്സ് ആണ് മെമ്പർഷിപ്പ്, അതുപോലെ സൂപ്പേഴ്സ് ഉണ്ട്, പിന്നെ ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെമ്പർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർ, അതായത് ഒരു നിശ്ചിത പേയ്മെന്റ് നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ആ യൂട്യൂബ് ആ ഒരു വീഡിയോ ആ ഒരു ആൾക്ക് കാണിക്കുകയുള്ളൂ. അപ്പൊ അതുവഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നതാണ് സൂപ്പേഴ്സ്. സൂപ്പേഴ്സിൽ സൂപ്പർ ചാറ്റ് ഉണ്ട്, അതുപോലെ സൂപ്പർ സ്റ്റിക്കേഴ്സ് വരും, പിന്നെ സൂപ്പർ താങ്ക്സും വരും. അപ്പൊ ഈ സൂപ്പർ താങ്ക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ആവുകയും നിങ്ങളുടെ വീഡിയോ അയാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് കാണുന്ന ഒരു വ്യൂവറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേയ്മെന്റ് തരാം. സൂപ്പർ താങ്ക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ആയിട്ട് തരാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് ഒരു താങ്ക്സ് പറയുന്നത് ഒരു പേയ്മെന്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു കാശ് തന്ന് താങ്ക്സ് പറയുന്നത്, അതെല്ലാം എന്താ പറയുക, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇത് മെയിനായിട്ട് ലോങ് വീഡിയോസിലൊക്കെ വരുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ ഈ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നില്ല, അത് നിങ്ങൾ ലൈവ് പോകുന്ന സമയത്താണ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അതായത് ഈ ലൈവിൽ തന്നെ ഈ കമന്റ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണൂലേ. അപ്പം ഇതിനെല്ലാം പേയ്മെന്റ്, ഈ വ്യൂവേഴ്സ് എല്ലാം ഇതിന് പേയ്മെന്റ് ചെയ്താണ് ഈ ഒരു ഫീച്ചേഴ്സ് എടുക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ലൈവിൽ വന്നിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു കമന്റ് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഇടുകയാണെങ്കിലോ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഒരു വരുമാനം കിട്ടും. അതാണ് ഈ സൂപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതുപോലെ അടുത്ത് വന്നിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സ് എന്തെങ്കിലും നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ലിങ്ക് ത്രൂ ക്ലിക്ക് ചെയ്ത് അവർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അതുവഴി നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടും. അപ്പൊ ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. പിന്നെ നിങ്ങളുടെ പറയേണ്ട ഒരു മെയിൻ ഒരു കാര്യമാണ്, എപ്പോഴാണോ നിങ്ങളുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ആവുന്നത് ആ ടൈമിൽ തന്നെ നിങ്ങൾ ആ ഒരു പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ചാനലിൽ സ്ട്രൈക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഈ ഒരു മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക, ഹാഫ് മോണിറ്റൈസേഷൻ ആയി വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യാതെ ഫുള്ളി മോണിറ്റൈസേഷൻ ആവുന്ന ടൈമിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി മോണിറ്റൈസേഷൻ ആവുന്ന ആ ഡേ തൊട്ട് എന്നാണോ അപ്രൂവൽ ആയി വരുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടില്ല. അതായത് ഈ ആഡ്സ് വഴിയൊന്നും നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ആവില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്ന ടൈമിലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇതിന്റെ അപ്രൂവൽ എല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ ഫുള്ളി മോണിറ്റൈസേഷൻ ആവുന്നത്, അതായത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്സിനാണ് വരുന്നതെങ്കിൽ 10 million വ്യൂസ് ആണ്, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ആ ടൈം തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റവന്യൂ ജനറേറ്റ് ആയി തുടങ്ങും. അതായത് ആഡ്സിൽ നിന്നൊക്കെ വരുമാനം കിട്ടും. ഇല്ല എങ്കിൽ എന്നാണോ നിങ്ങൾ ഇതെല്ലാം, അതായത് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ സ്ട്രൈക്കും മാറി എപ്പോഴാണോ ചാനലിൽ അപ്രൂവൽ ആയി വരുന്നത് ആ ടൈം തൊട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോസിന് റവന്യൂ ജനറേറ്റ് ആവുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു ലാഗ് വരും. മനസ്സിലായില്ല? മറ്റേത് ആ ഒരു സ്പോട്ടിൽ ആ ഒരു 4000 വാച്ച് അല്ലെങ്കിൽ 10 million ആവുന്ന ആ ഒരു സ്പോട്ടിൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയും, വ്യൂസ് കൗണ്ട് ആയി തുടങ്ങും. കാരണം ഓൾറെഡി നിങ്ങളുടെ ചാനൽ എന്ത് ചെയ്യും, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. എപ്പോഴാണോ ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്നത് ആ ടൈം
ടൈമിൽ തന്നെ അത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാം. 3 months ഞങ്ങൾക്ക് ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാം. അതായത് നിങ്ങൾ ലോങ് വീഡിയോ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ തംബ്നെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആ ഒരു തംബ്നെയിൽ, ആ ഒരു വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, നല്ലൊരു തംബ്നെയിൽ ഡിസൈൻ ചെയ്തിട്ട് അതിന് കൊടുത്തിരിക്കണം. കാരണം ആൾക്കാർ ആദ്യം നിങ്ങളുടെ വീഡിയോ അല്ല കാണുന്നത്, ഈ ഒരു തംബ്നെയിലാണ്. ആ ഒരു തംബ്നെയിലിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കാച്ചിങ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ അത്രയും നല്ല എന്താ പറയുക കാച്ചിങ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാരിൽ എത്തുകയും ചെയ്യും. മനസ്സിലായി? കാരണം അവർ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ ഒരു പാറ്റേൺ അങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ 2 ആഴ്ചത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ 1 മാസത്തെ ഗ്യാപ്പ്, 2 മാസത്തെ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ചാനലിന്റെ വിസിബിലിറ്റി അത് ബാധിക്കും. അതായത് അതുവരെ കിട്ടിയ നിങ്ങൾക്ക് ചാനൽ ഒന്ന് കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വീഡിയോസ് ഇടാതാവുമ്പോൾ എന്ത് ചെയ്യും, ചാനലിന്റെ ആ ഒരു ഗ്രാഫ് താഴട്ടോ അല്ലെങ്കിൽ ആ ഒരു വിസിബിലിറ്റി കുറയും. ഇപ്പൊ ഞങ്ങൾ ലോങ് വീഡിയോ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും നമുക്കറിയാം ഈ ഒരു വീക്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ പറ്റും അല്ലെങ്കിൽ 2 വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ദിവസം വീഡിയോ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു തവണ നമുക്ക് നേരത്തെ അറിയാമല്ലോ, ഇപ്പൊ എന്തായാലും വീഡിയോ ഇല്ല, ലോങ് വീഡിയോ ഇല്ല, അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ഡേയിലോട്ടുള്ള എന്തെങ്കിലും ഷോർട്സ് ഞങ്ങൾ കരുതിയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ടൈം ഷെഡ്യൂൾ ചെയ്ത് ഇട്ടിരിക്കുകയും ചെയ്യും. ഇൻ കേസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും, അപ്ലോഡ് ആയിക്കോളും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിൽ ലാഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരരുത്. മാക്സിമം പറയേണ്ട കാര്യങ്ങൾ ചുരുക്കി അങ്ങ് പറഞ്ഞു തീർക്കുക. ഒരുപാട് വലിച്ചഴിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് സ്കിപ്പ് അടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യം എന്താണോ അത് മാത്രം നിങ്ങൾ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുക. പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന രീതി, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നല്ലൊരു ടൈറ്റിൽ കൊടുത്തിരിക്കണം. ഇംഗ്ലീഷിലും കൊടുക്കാം, മലയാളത്തിലും കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. പക്ഷെ ആ ടൈറ്റിലിന്റെ കൂടെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ടൈറ്റിലിന്റെ കൂടെ ഹാഷ്ടാഗ്സ് കൊടുക്കും. ഹാഷ്ടാഗ് ടൈറ്റിലിന്റെ കൂടെ കൊടുക്കുകയും ചെയ്യരുത്. അത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് ഇല്ലേ, അവരുടെ എല്ലാം വീഡിയോസിന്റെ ടൈറ്റിൽ അവർ ഹാഷ്ടാഗ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് അവർ അങ്ങനെ ചെയ്യാറില്ല. കാരണം അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാഗ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ടാഗ് കൊടുക്കാം. അവിടെ നിങ്ങൾ ആ ഒരു ടാഗ് കൊടുക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ് മാത്രമേ കൊടുക്കാവൂ. അത് നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അപ്പൊ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ്, നിങ്ങൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് ആ ഒരു കണ്ടന്റിന്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ് കിട്ടും. അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്ന റാപ്പിഡ് ടാഗ് എന്ന് പറഞ്ഞിട്ട് സൈറ്റ് യൂസ് ചെയ്യും. വേറെ 1-2 സൈറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ റാപ്പിഡ് ടാഗ്സ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങളുടെ വീഡിയോ എന്താണോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതുമായി റിലേറ്റഡ് ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗ്സ് കിട്ടും. അത് നിങ്ങൾക്ക് ടാഗ് കൊടുക്കേണ്ട ആ ഒരു ഓപ്ഷനിൽ മാത്രം കൊണ്ടുവന്ന് ടാഗ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ടൈറ്റിലിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ ചെയ്യും. അതായത് ചാനൽ ഉടനെ തന്നെ ഫുള്ളി മോണിറ്റൈസേഷൻ ആവും. ഈ ഒരു 4000 വാച്ച് അവർ എന്നുള്ള കാര്യം അടുത്ത് തന്നെ ആവുന്നതാണ്. അപ്പം അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും ഞങ്ങളെല്ലാവരും കാര്യമായിട്ട് എല്ലാം ഒരുമിച്ചിരുന്നിട്ടായിരിക്കും ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് കാണും. കാരണം ഇപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തും ഇതുപോലെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഉണ്ട്. അത് ചെയ്ത പ്രശ്നമോ ഇത് ചെയ്ത പ്രശ്നം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ്സ് ആയിട്ട് ചോദിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളിപ്പോൾ വന്നതുപോലും നിങ്ങളുടെ ആ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. കാരണം ഈ ഒരു കുറഞ്ഞ ടൈമിൽ ഇപ്പം ഈ ഒരു 2 മാസത്തിൽ അല്ലെങ്കിൽ 1 മാസത്തിൽ തന്നെ ഈ ഹാഫ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഞങ്ങൾക്കും ഈ ഒരു 3 മന്ത്സിനകത്ത് വെച്ചിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആവാൻ പറ്റി, അല്ലെങ്കിൽ ഒരു 4 മന്ത്സിനകത്ത് വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ പറ്റിയതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഇത്തരം സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചാനലിനും ആ ഒരു ഗ്രോത്ത് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ചാനലിൽ പെട്ടെന്ന് ഹാഫ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും, അതായത് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞങ്ങളുടെ 1000 നന്ദി അറിയിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും അടുത്തുള്ള ഞങ്ങളുടെ വീഡിയോസിൽ ഉണ്ടാവണം. അതുപോലെ ഞങ്ങൾ അടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന, അതായത് ഞങ്ങളുടെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ, അതായത് മോണിറ്റൈസേഷൻ ആവുന്നത് വരെ ഞങ്ങൾ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറെ ടിപ്സ് ഉണ്ട്. അത് ഒരുപാട് ഇതേപോലെ വീഡിയോസ് കണ്ടും പല യൂട്യൂബേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്താണോ ഞാൻ അത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും. ബൈ.